കാട്ടാക്കട തിരുവനന്തപുരം റോഡിൽ എട്ടുരുറ്റി വളവിനു സമീപം പഴയ PNM റോഡിനടുത്തായി കാർ നിയന്ത്രണം തെറ്റി തലകീഴായി മറിഞ്ഞ അപകടം. സംഭവത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 6:30യോടെയാണ് അപകടമുണ്ടായത്. ആര്യനാട് കുളപ്പടയിൽ നിന്നും കാട്ടാക്കട നെയ്യാർ മെഡിസിറ്റിയിലേക്ക് പോകുകയായിരുന്നു. കുളപ്പട സ്വദേശി പ്രജീഷാണ് വാഹനം ഓടിച്ചത്. ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഭാര്യയെ കാണാനായി പോവുകയായിരുന്നു പ്രജീഷ്. ഈ സമയം റോഡിലുണ്ടായിരുന്ന കല്ലിൽ കയറുകയും വാഹനം നിയന്ത്രണം തെറ്റി റോഡരികിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന തടികളിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. സംഭവം നടന്ന ഉടനെ പിന്നാലെ എത്തിയ വാഹനങ്ങളിലെ യാത്രക്കാരാണ് പ്രജീഷിനെ വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ചത്. നിസ്സാര പരിക്കുകളോടെ പ്രജീഷ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഏറ്റവും അപകടകരമായ പ്രദേശത്ത് റോഡിന്റെ ഒരു വശത്ത് വാഹനങ്ങളും മറുവശത്ത് അറക്കമെല്ലിലെ തടികളും റോഡിന്റെ വശത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. അപകട സമയം മറ്റു വാഹനങ്ങൾ എതിരെ വരാത്തതും കാൽനട യാത്രക്കാർ ഇതുവഴി വരാത്തതും മറ്റ് അനിഷ്ട സംഭവം ഉണ്ടായില്ല. കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പ്രധാന റോഡായ ഇവിടെ വളവുകളും തിരിവുകളുമുള്ള ഇടം കൂടിയാണ്. കാട്ടാക്കട ഭാഗത്തു നിന്ന് വരുമ്പോൾ ഒരു വളവ് തിരിഞ്ഞ് അടുത്ത വളവിലേക്ക് കയറുന്ന ഭാഗം കൂടിയാണ് ഇപ്പോൾ അപകടം നടന്നയിടം. ഈ സ്ഥലത്താണ് റോഡിനിരുവശത്തും അപകടകരമായ രീതിയിൽ വാഹനങ്ങളും തടികളും കിടക്കുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും പഞ്ചായത്ത് ഉൾപ്പെടെ ഇടപെട്ട് ഇവിടെ സുരക്ഷിത യാത്രയ്ക്കുള്ള സൗകര്യമൊരുക്കണമെന്ന് ആവശ്യവും ഉയരുന്നു.